ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 2025 ഞാൻ ഫസ്റ്റ് തിയേറ്ററിൽ പോയിട്ട് കണ്ട പടം രേഖാചിത്രമാണ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ നിന്ന് പങ്കുവെക്കുന്നത്. ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത് ആസിഫ് അലി, അനശ്വര രാജൻ തുടങ്ങിയവർ അഭിനയിച്ചിട്ടുള്ള അതിനൊരു പ്രത്യേകതരൊരു പേരുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നൊക്കെ പറയുന്നത് പോലെ അല്ലാതെ സാധാരണ അങ്ങനെയാണ് പറയുക. പക്ഷേ ഇതിന് മറ്റൊരു പേര് ഈ ഒരു സിനിമയുടെ ഒരു ആശയത്തിനുണ്ട്. ആൾട്ടർനേറ്റീവ് റിയാലിറ്റി എന്നാണ് ആ പേര്. ഞാൻ ഉച്ചരിച്ചത് ശരിയാണോ എന്ന് എനിക്കറിയില്ല, ഞാനവിടെ എഴുതി കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ഉൾപ്പെടെ താരങ്ങളും അല്ലാത്തവരും ഒക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, കാതോട് കാതോരം സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് നടന്നൊരു കൊലപാതകം അന്വേഷിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ ഒരു സ്റ്റോറി എന്നാണ്. അപ്പോൾ അതിൽ പഴയ കാലത്തുള്ള അന്വേഷണം ആകുമ്പോൾ അതെങ്ങനെയാവും എന്നുള്ളതൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ, കുറേ ആശയക്കുഴപ്പങ്ങൾ തന്നെ ഈ സിനിമ റിലീസിന് മുന്നേ നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ആശയക്കുഴപ്പമല്ല, അതിനുള്ള ഉത്തരം തിയേറ്ററിൽ കിടപ്പുണ്ട്. അപ്പോൾ എല്ലാവരും പോയിട്ട് മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക. കാരണം നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് തരുന്നുണ്ട് ഈ ഒരു ചിത്രം. പിന്നെ ആസിഫ് അലി തുടരെ പരാജയ ചിത്രങ്ങൾ കൊണ്ട് ഘോഷയാത്ര നടത്തിയൊരു വ്യക്തിയാണ് ആസിഫ് അലി. അതിനുള്ള കാരണം പുള്ളിയിലെ പെർഫോമർ മോശമായത് കൊണ്ടല്ല, നമ്മളിലെ പ്രേക്ഷകർ വളരെ മോശമായത് കൊണ്ടാണെന്ന് നമുക്ക് പറയേണ്ടി വരും. അതിൻ്റെ ഇടയിലൊക്കെ ചില തല്ലിപ്പൊളി പടങ്ങൾക്ക് തല വെച്ചിട്ടുണ്ട്. എന്നാൽ പോലും പുള്ളിയിലെ പെർഫോമർ അഴിഞ്ഞാടി ചില ചിത്രങ്ങളോട് നമ്മൾ കൈ ഒഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം പറയാനുള്ളത് തലവൻ, കൂമൻ, പിന്നെ രേഖാചിത്രം, പിന്നെന്താണ് അഡിയോസ് അമീഗോ, അങ്ങനെയുള്ള കുറച്ച് പടങ്ങളൊക്കെ നന്നായിട്ട് അഭിനയിച്ച് കയ്യടി വാങ്ങിയിട്ടുള്ള ചിത്രങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ലിസ്റ്റിലേക്കാണ് ഈ രേഖാചിത്രവും നമ്മൾ ചേർത്ത് വെക്കുന്നത്. ഒരു ഗംഭീര പടം മിസ്സായിപ്പോയി, കിഷ്കിന്ദ കാണ്ഡം. അപ്പോൾ അതും കഴിഞ്ഞ വർഷത്തെ മികച്ച ഹിറ്റിലൊരു പടമായിരുന്നു. കാരണം ഇന്ത്യയിൽ ഉൾപ്പെടെ നല്ല രീതിയിൽ റീച്ച് കയറിയൊരു പടമായിരുന്നു കിഷ്കിന്ദ കാണ്ഡം. അപ്പോൾ ഈ ഒരു പടം എന്തുകൊണ്ട് നമ്മൾ തിയേറ്ററിൽ പോയിട്ട് കാണണം എന്നുള്ളത്, സിനിമ പ്രൊമോഷൻ നടക്കുന്ന സമയത്തെ നമുക്ക് ഒരുപാട് ചെറിയ സാധനങ്ങൾ അവർ ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഉത്തരങ്ങൾ നമ്മൾ കാണണമെങ്കിൽ തിയേറ്ററിൽ പോകണം. അപ്പോൾ മസ്റ്റായിട്ട് മക്കളെ തിയേറ്ററിൽ പോയി വാച്ച് ചെയ്തോ, ഒന്നും പറയാനില്ല. അനശ്വര രാജൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു ക്യാരക്ടർ. അപ്പോൾ രേഖ എന്ന് പറയുന്ന ഒരു കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നത് അനശ്വര രാജനാണ്. അത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിൽ ഏതായിട്ടാണ് എന്നുള്ളതൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല, ഇത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഇതിൽ കുറേ വലുതും ചെറുതായിട്ടുള്ള കുറേ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അയ്യോ ഇത് വേണ്ടായിരുന്നു, ഈ ആർട്ടിസ്റ്റിനെ മാറ്റിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഈ സീൻ വേണ്ടായിരുന്നു എന്ന് തോന്നുന്ന ഒരു തരത്തിലുള്ള സീനും ഇല്ല. കാരണം ഓരോ സീനും നമ്മൾ കാണുമ്പോഴും ഭയങ്കര ആകാംക്ഷയുടെ മുൾമുനയിൽ നിന്ന് നമ്മളിങ്ങനെ അടുത്തത് എന്തായാലും അതങ്ങനെയായിരിക്കും. നമുക്കതൊരു ഒരു ഇൻവെസ്റ്റിഗേഷൻ മോഡ് ഓൺ ആവുന്നുണ്ട്. പിന്നെ ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്റ്റ് ആവുന്നുണ്ട് ഈ ഒരു പടം. പിന്നെ മറ്റൊരു സംഭവം, AI. നമ്മളറിയാം ഇന്ത്യയിലുള്ള പല ബിഗ് ബജറ്റ് പടങ്ങളും കയ്യിൽ നിന്ന് പോയ അവസ്ഥയായിരുന്നു AI ചെയ്തിട്ട്. 500 കോടി മുടക്കിയിട്ട് വരെ AIൻ്റെ ഈ പിള്ളേർ ചെയ്യുന്ന AIൻ്റെ നൂലിൽ കെട്ടാൻ പോലും ഇല്ലാത്ത, അല്ലെങ്കിൽ അവരുടെ വാലിൽ കെട്ടാൻ പോലും ഇല്ലാത്ത ഐറ്റംസൊക്കെ പടച്ചു വിട്ട വലിയ ഡയറക്ടേഴ്സ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു സാധനം അങ്ങ് പടച്ച് വിട്ടിട്ടുണ്ട്. സീന് കുറച്ചേ ഉള്ളെങ്കിലും സംഭവം നല്ല അടിപൊളിയായിട്ട്, നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നുന്നൊരു സംഭവം ഇല്ല, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം നമ്മൾ പലതരത്തിലുള്ള റൂമേഴ്സൊക്കെ കേട്ടിട്ടുണ്ട്. ഇതിൽ പഴയ കാലത്തുള്ള ഡയറക്ടേഴ്സൊക്കെ വരുന്നുണ്ട്, അങ്ങനെയുണ്ട്, മമ്മൂട്ടിയുണ്ട്, അങ്ങനെ. അപ്പോൾ അതിലൊന്നും വലിയ കാര്യമില്ല. ഈ AI കുറച്ച് കാര്യങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. കാരണം പണ്ടത്തെ കാതോട് കാതോരം സിനിമയുടെ ആ ഒരു പാട്ടിനകത്ത് അനശ്വരേനെ പ്ലേസ് ചെയ്യുന്ന കുറച്ച് സംഭവങ്ങൾ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ അത് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളത് പ്രതീക്ഷിക്കാൻ മാത്രമുള്ള ഒരു സാധനം അതിലില്ലെന്നല്ല, കുറച്ച് സാധനങ്ങൾ പ്രതീക്ഷിക്കാനുണ്ട്. പിന്നെ നമ്മൾ ഉദ്ദേശിച്ചത്ര ഒരു ഹൈപ്പിൽ പ്രതീക്ഷിക്കേണ്ട സാധനമില്ല. നോർമൽ മോഡിൽ നമ്മൾ ഈ ഉത്തരങ്ങൾ, അതായത് ഈ പാസ്റ്റും ഫിക്ഷനും തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ അവർ കണക്ട് ചെയ്തു, എങ്ങനെ കണക്ട് ചെയ്ത് അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു, അതിനൊക്കെയുള്ള ഒരു ആൻസർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചിത്രം ചൂസ് ചെയ്യാം. പിന്നെന്താ, ഇതിൻ്റെ ഛായാഗ്രാഹകൻ നല്ലൊരു കയ്യടി അറിയിക്കുന്നുണ്ട്. കാരണം ഓരോരു ഫ്രെയിം
അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരുപാട് ട്വിസ്റ്റുകളും പരിപാടീസൊന്നുമില്ല, പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു ട്വിസ്റ്റും വരുന്നുണ്ട്. അതെനിക്കിവിടെ പറയാൻ പറ്റില്ല. ഈ ട്വിസ്റ്റുകളൊക്കെ നിങ്ങൾ കാണണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോകണം. ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്, ഈ ചിത്രം അത്രയും നല്ലതായതുകൊണ്ടും എനിക്ക് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് മാറുന്നില്ല. ഞാൻ നിങ്ങൾക്ക് സജഷൻ ചെയ്യാൻ വേണ്ടി മാത്രമേ എനിക്ക് എൻ്റെ വായിൽ നിന്ന് വരുന്നുള്ളൂ. ഈ പടത്തെപ്പറ്റി കൂടുതൽ സംസാരിക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പക്ഷെ എന്നാൽ കൂടി നിങ്ങളുടെ ഓരോ പ്രേക്ഷകനെയും തിയേറ്ററിൽ എത്തിക്കാനുള്ള എന്തോ ഒരു ചുമതല എനിക്ക് വന്നതുപോലൊരു ഫീലിംഗ്. കാരണം ഞാൻ ഒരുപാട് പടങ്ങൾക്കൊന്നും അങ്ങനെ റിവ്യൂ ചെയ്യാറില്ല. പക്ഷേ നല്ലത് കണ്ടാൽ ഞാൻ നല്ലത് ചെയ്തിരിക്കും. അതിൽ എന്തോ ഞാൻ സിനിമാ പ്രവർത്തകനായതുകൊണ്ടോ സിനിമ പ്രേക്ഷകനായതുകൊണ്ടോ എന്തുകൊണ്ടോ എനിക്കറിയില്ല, ഈ ഒരു സിനിമ എന്തോ എന്നെ ഏൽപ്പിച്ച് വെച്ചതുപോലെ ഒരു ഫീലിംഗ്. അപ്പോൾ ഓക്കെ. പിന്നെ ഇതിൻ്റെ BGM അതും നല്ല നമുക്ക് ഒരു എൻഗേജിങ് ആയിട്ട് തോന്നുന്ന BGM-ആണ്. അല്ലെങ്കിൽ കാതടുപ്പിക്കുന്ന രീതിയിൽ വെറുതെ എന്തൊക്കെയോ ചെയ്ത് വെച്ച് പോണ പോലത്തുള്ള ഒരു പരിപാടീസും അല്ല. പിന്നെ AI ക്രിയേറ്റ് ചെയ്യാതെ നമുക്ക് പഴയ കാലത്തുള്ള കുറേ ആർട്ടിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡയറക്ടേഴ്സും അങ്ങനെ കുറച്ച് കാസ്റ്റിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് AI വെക്കാതെ തന്നെ പഴയ കാതോരം ഡയറക്ടറും അസോസിയേറ്റും പിന്നെ നമ്മുടെ റൈറ്റർ അങ്ങനെയുള്ള കുറേ ആൾക്കാരുടെ കാസ്റ്റിംഗ് ഇതിലുണ്ട്. അത് കാസ്റ്റിംഗ് ചെയ്ത ആൾക്ക് നല്ലൊരു കയ്യടി നമ്മൾ കൊടുക്കണം. കാരണം പുള്ളിയുടെ വർക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ആ ഒരു തോട്ട്. കാരണം പണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് തൃശ്ശിവ പേരുൾ ക്ലിത്തം, അതും ആസിഫലിയുടെ ചിത്രം തന്നെയാണ്. അപ്പോൾ ഈ ഒരു പടത്തിൽ ബാബുരാജിൻ്റെ കുട്ടിക്കാലൊക്കെ ചെയ്തിട്ടുള്ള നമ്മൾ കണ്ടിട്ടുണ്ട് അത്രയും പെർഫെക്റ്റ് ആയിട്ട്. മലയാള സിനിമയിൽ അങ്ങനെ നമ്മൾ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള കുട്ടിക്കാലം അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ ഈ ഒരു മൂവിയിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെയാണ് രേഖാചിത്രത്തിലേക്ക് വരുമ്പോഴും ആ ഒരു എന്താ പറയുക, നമ്മൾ ഈ ഭരതൻ സാറിൻ്റെ ആ ഒരു ടൈമിൽ കാതോരം ചെയ്യുമ്പോൾ പുള്ളിയുടെ ലുക്ക് എങ്ങനെയാണോ അതൊക്കെ വീക്ഷിച്ചുകൊണ്ട് പുള്ളി കാസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ. അതുപോലെ തന്നെ കമൽ സാറ് പഴയകാലത്ത് പുള്ളിയുടെ അസോസിയേറ്റ് ആയിരുന്നു. നമുക്ക് ഈ കാതോരത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അറിയാം, കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുടെ കാസ്റ്റിംഗ് അതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ബ്രില്യൻ്റ് ആയിട്ട് പുള്ളി വർക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് തെളിയിച്ച് തന്നിട്ടുള്ളത്. കൂടുതൽ എന്താ പറയുക, കൂടുതൽ പറഞ്ഞാൽ കഥയിലോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി പറയാണ്, തിയേറ്ററിൽ തന്നെ പോയിട്ട് പടം കാണുക, വിജയിപ്പിക്കുക. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.